അഹമ്മദാബാദിലെ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. അപകടത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകി. അതേസമയം അപകടത്തിൽ കൊല്ലപ്പെട്ടത് 4 MBBS വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് വിദ്യാർത്ഥികളുടെ സംഘടന അറിയിച്ചു. തകർന്ന വിമാനത്തിന്റെ വാൽഭാഗം കെട്ടിടത്തിന് മുകളിലാണ്. അതിനകത്താണ് മൃതദേഹം ഉണ്ടായിരുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു. മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് DNA സാമ്പിൾ നൽകാനായി വിപുലമായ സൗകര്യമാണ് അഹമ്മദാബാദിലെ BJ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. 100-ലേറെ പേരുടെ സാമ്പിൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ ജീവനക്കാർ സഹായത്തിനായി എത്തിയിരുന്നു. അഹമ്മദാബാദിലെ മലയാളി സമാജവും സഹായത്തിനുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ BJ മെഡിക്കൽ കോളേജിലെത്തി സാമ്പിൾ കൈമാറി. അപകടത്തിൽ മരിച്ചത് 4 MBBS വിദ്യാർത്ഥികൾ മാത്രമെന്ന് വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ ഇന്ന് പറഞ്ഞു. उसमें 4 मेडिकल स्टूडेंट की दुखद मृत्यु हुई है और उसके अलावा जो रिलेटिव थे सुपर स्पेशलिस्ट के रेसिडेंट डॉक्टर थे उनके रिलेटिव के साथ टोटल डेथ के 9 है और 20 स्टूडेंट को इधर एडमिट किया गया था, जिसमें से 11 को डिस्चार्ज कर दिया गया. ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങളായ 4 പേരും മരിച്ചവരിൽ ഉണ്ട്. 1996-ൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം മാറ്റി നിർത്തിയാൽ മരണസംഖ്യ കൊണ്ട് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി മാറുകയാണ് അഹമ്മദാബാദിലെ ഈ അപകടം. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.